മാധവം അഖിലാനപരാധാന്യേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കലാമണ്ഡലം ലീലാമ്മ എന്ന അതിപ്രശസ്തയായ ഒരു നർത്തകിയുടെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ ഞാൻ മനസ്സിലാക്കുന്നു, നൃത്തത്തെക്കുറിച്ച് ഇവിടെയുള്ള ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായം തികഞ്ഞ ആളുകളെക്കാൾ ഏറ്റവും കുറവ് വിവരം മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അധികം പറഞ്ഞ് എൻ്റെ വിവരക്കേട് ഞാനിവിടെ പുറത്ത് കാണിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം എന്നെ വിളിച്ചത്? അത് ഗുരുവായൂരപ്പന്റെ മേൽശാന്തി എന്നുള്ള പരമപവിത്രമായ പദവി, ആ പൊന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ്, സങ്കല്പം കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. എത്രയോ കലാകാരന്മാർ, വിഖ്യാതരായിട്ടുള്ള കലാകാരന്മാർ വന്ന് പ്രസംഗിച്ച ഈ ധന്യമായ ഈ വേദി, ഈ കൂത്തമ്പലത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ വന്ന സമയത്ത് 2 പത്മശ്രീകളുടെ അപൂർവ സമ്മേളനം നടന്ന ഒരു വേദിയിൽ ഒരു കാഴ്ചക്കാരനായി അവിടെ ഇരിക്കുകയായിരുന്നു. അന്ന് ആരാധ്യനായ കഥകളിയുടെ നിത്യഹരിത സാന്നിധ്യം കലാമണ്ഡലം ഗോപിയാശാനും, അതേപോലെ തന്നെ അഭ്രപാണികളിൽ തന്റെ അഭിനയ മികവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പത്മശ്രീ ശോഭനയും രണ്ടുപേരും പങ്കെടുത്ത കഥകളിയും, ആദ്യം നൃത്തവും പിന്നീട് കഥകളിയും, ആ ഒരു ചടങ്ങിലാണ് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പങ്കുചേർന്നിട്ടുള്ളത്. ഏതായാലും വലിയ ഒരു സന്തോഷം, വേദനയുടെ വേർപാടിന്റെ ദുഃഖം നിറഞ്ഞ ഈ സന്ദർഭത്തിലാണെങ്കിലും ഇത്രയും മഹാത്മാക്കളോടൊപ്പം ഇരിക്കാൻ സാധിച്ചു. അത്